നമസ്കാരം. ഒരു ഓൺലൈൻ തട്ടിപ്പ് വാർത്ത വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടമൊക്കെ ഇങ്ങനെ കത്തിക്കേറി വരുന്നതിനിടയിലാണ് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. അതായത് ആരോടൊപ്പമാണോ നിൽക്കുന്നത് അത് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെല്ലാം ഏത് തരക്കാരായിരിക്കണം, അതിന് ഈ വാർത്ത തന്നെ തെളിവാണ്. ഓൺലൈൻ തട്ടിപ്പ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായി അറസ്റ്റിൽ. മുൻ KSU നേതാവ് കൂടിയായ അടൂർ ഏറത്ത് സ്വദേശി ജിതിൻ ടി വർഗീസാണ് അറസ്റ്റിലായത്. അഞ്ജലി ഹരിദാസ് എന്ന പേരിൽ വ്യാജ ഫേസ്ബുക്ക് ID ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. ശ്രീരാജുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീരാജ്, എന്താണ് ഈ തട്ടിപ്പിന്റെ സ്വഭാവം? എന്താണ് കണ്ടെത്തൽ പോലീസിന്റെ? അതായത് OLX മുഖേന ഇദ്ദേഹം ജോലിക്ക് ആവശ്യമുണ്ടെന്ന ആളുകളെ സമീപിക്കുകയും അല്ലെങ്കിൽ പരസ്യം നൽകുകയും ജോലി ആവശ്യം അറിഞ്ഞ് ഇത്തരത്തിൽ അവരെ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഈ പ്രതിയായ ആളെ ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് തിരിച്ചറിയൽ രേഖ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുന്നു. തുടർന്ന് ഇതേ തിരിച്ചറിയൽ രേഖ വെച്ച് മറ്റൊരു ഫേസ്ബുക്ക് ID ഉണ്ടാക്കി. അഞ്ജലി ഹരിദാസ് എന്ന പേരിലായിരുന്നു ഫേസ്ബുക്ക് ID ഉണ്ടാക്കിയത്. ആ ഫേസ്ബുക്കിലൂടെ മെയിൽ എസ്കോർട്ടിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പരസ്യം നൽകുന്നു. ഇത്തരത്തിൽ ജോലിക്ക് ആവശ്യമുണ്ട്, മെയിൽ എസ്കോർട്ടിനെ ആവശ്യമുണ്ടെന്നായിരുന്നു ആ പരസ്യം. അതിലൂടെ തന്നെ ബന്ധപ്പെടുന്നവരുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ പണം കൈപ്പറ്റുകയായിരുന്നു ഈ പ്രതി ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ FIR നിന്നും അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ പണം ആവശ്യപ്പെട്ട ശേഷം അത് പല ഗഡുക്കളായി അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫീസ് എന്ന മുഖേനയായിരുന്നു ഇദ്ദേഹം പണം കൈപ്പറ്റിയിരുന്നത്. നിലവിൽ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഈ പ്രതി അടൂർ ഏറത്ത് സ്വദേശിയാണ്. ജിതിൻ ടി വർഗീസ് എന്നാണ് ഇയാളുടെ പേര്. ജിതിൻ വർഗീസ് അടൂർകാരനാണ്. രാഹുൽ മാങ്കൂട്ടം അഥവാ മാങ്കാടിയുടെ സ്വന്തം നാട്ടുകാരനാണ്. അയാൾ ചെയ്ത പ്രവർത്തനമാണ് ഓൺലൈൻ തട്ടിപ്പ്. ഓൺലൈനിലൂടെ, അതായത് വ്യാജ ഫേസ്ബുക്ക് ID ഉണ്ടാക്കുക. വർഗീസ് അച്ചായൻ എന്ത് ചെയ്യുകയാണ്? ഒരു ഹിന്ദു പെൺകുട്ടിയുടെ അഞ്ജലി ഹരിദാസ് എന്ന പേരിൽ ഒരു വ്യാജ പ്രൊഫൈൽ ID ഉണ്ടാക്കുന്നു. എങ്ങനെ വ്യാജ പ്രൊഫൈൽ ID ഉണ്ടാക്കുന്നു? ജോലി ഉണ്ട് എന്ന് വാഗ്ദാനം കൊടുത്തിട്ട് ആൾക്കാരുടെ മൊബൈൽ നമ്പറും അവരുടെ ID പ്രൂഫ് എല്ലാം നേടിയതിന് ശേഷം ആ ID പ്രൂഫ് വെച്ച് വ്യാജ സിം കാർഡ് എടുക്കുന്നു. ആ സിം കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വ്യാജ ഫേസ്ബുക്ക് ഉണ്ടാക്കി അതിലൂടെ ജോലിയുണ്ട്, അതിലൂടെ എസ്കോർട്ട് ജോലിയുണ്ട് എന്ന പേരിലെല്ലാം ഒരു പ്രചരണം നടത്തി അതിലൂടെ അപേക്ഷിക്കുന്നവരിൽ നിന്ന് ഫണ്ട് പിരിച്ച് വ്യാപക തട്ടിപ്പ്. അതിൻ്റെ വാർത്തയാണ് നിങ്ങൾ കണ്ടത്. നടത്തിയത് ജിതിൻ വർഗീസ്, അടൂർകാരൻ, KSU നേതാവ് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്ന് ഇയാളുടെ ഫോട്ടോകളെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. നോക്കിയേ, ആരൊക്കെയാണ് ഒപ്പം നിൽക്കുന്നത്? ഷാഫിക്ക, എന്തിനും ഏതിനും ഷാഫിക്കയാണ്. ഇനിയിപ്പോൾ ഷാഫിക്കയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഷാഫിക്കയോടൊപ്പം ചുറ്റാകെ നിൽക്കുന്നവരെല്ലാം എന്ത് തരക്കാരാണെന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന പല വാർത്തകളും ഇവരുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവാദങ്ങളും മാത്രം ആലോചിച്ചാൽ മതിയല്ലോ. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? ഈ സമൂഹത്തിൽ ശരിയായ ദിശയിൽ അല്ലെങ്കിൽ സത്യസന്ധമായ ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നവരുടെ ചുറ്റാകെ മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള ഈ മിസ്ബിഹേവിങ് അല്ലെങ്കിൽ ഇത്തരം ഫ്രോഡ് പണികൾ ചെയ്യുന്നവർ അണിനിരക്കുമോ? നിങ്ങൾ തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കണം ചില പീഡന കേസുകൾ ഉണ്ടാകുന്നു, തട്ടിപ്പ് കേസുകൾ ഉണ്ടാകുന്നു? ഇതെല്ലാം ഒരു ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പിൻ്റെ തലവനെ ഉൾപ്പെടെയുള്ളവർക്ക് ഇവർക്ക് ബന്ധമുണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ ഗ്രൂപ്പുമായി ചേർന്ന് എന്ത് പ്രവർത്തനമായിരിക്കും ഈ സമൂഹത്തിൽ നടക്കുന്നത്? കാര്യം ഇപ്പോൾ പാലക്കാട് തന്നെ ഒരു കൗൺസിലറെ കുറിച്ചുള്ള വാർത്ത ഈ അടുത്ത ദിവസം വന്നു. ഒരു പീഡന കേസിനെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അത് ആരുടെ വലം കൈയായിരുന്നു? ഇപ്പോൾ ഈ തട്ടിപ്പ്, ഓൺലൈൻ തട്ടിപ്പ് കേസ് നടത്തിയിരിക്കുകയാണ്. നിരവധി പേരുടെ പണം അടിച്ചെടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന, ഒരു സംഘടനാ പ്രവർത്തനം നടത്തുകയാണ്. ഏത് സംഘടന? KSU ഉൾപ്പെടെയുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്നത് പണം ഉണ്ടാക്കാൻ എന്ത് വഴിവിട്ട മാർഗവും ചെയ്യുന്നവരെല്ലാം ഈ ചിലരെ കേന്ദ്രീകരിച്ച് അവരുടെ അടുത്ത അനുയായികളായി മാറുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നോക്കൂ, ആ ചിത്രങ്ങളെല്ലാം നോക്കൂ. ഇദ്ദേഹം അങ്ങനെ ഒരു തട്ടിപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെല്ലാവർക്കും സഹായിയായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു ഉപജാപക വൃന്ദങ്ങൾ ഇവർക്ക് ചുറ്റും വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ഷാഫി ആയിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, അങ്ങനെ ഒരു കോക്കസ് ഗ്രൂപ്പിനകത്തുള്ളവർ ഇത്തരം കേസുകളിൽ പെടുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ അതിലുള്ള ഭൂരിപക്ഷം പേരെയും നമുക്ക് പൊതുവെ സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ചെയ്തിരിക്കുന്ന ഫ്രോഡ് പണിയാണ്. ഈ നാട്ടിൽ തൊഴിലില്ലാത്ത അനവധി ചെറുപ്പക്കാരുണ്ട്. അവരെ ചൂഷണത്തിന് കൂടി വിധേയമാക്കാമെന്ന് വിചാരിക്കുന്ന മനോഭാവങ്ങളെ നമ്മൾ എന്ത് പറയണം? അവർക്ക് എന്തിനോടാണ് കമ്മിറ്റ്മെൻറ്റ്? ഒന്ന് ആലോചിച്ച് നോക്കി. ആ ചെറുപ്പക്കാരെ വ്യാജ ID-കളിലൂടെ, അതായത് തൊഴിലുണ്ട്, ആ തൊഴിലിന് വേണ്ടി അവരെ ക്ഷണിക്കുന്നുണ്ട്. ക്ഷണിച്ചതിന് ശേഷം അവരെ കയ്യിൽ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞ് പണം ഈടാക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പേരിൽ വ്യാജ പ്രൊഫൈൽ ID ഉണ്ടാക്കുക, അതിലൂടെ ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ ആ കോക്കസ് ഗ്രൂപ്പുകളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. അവരെല്ലാം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനൊപ്പമെല്ലാം ഈ ഫോട്ടോയും ഇത്ര അഭേദ്യമായ ബന്ധമുണ്ടാക്കുന്നു എന്ന ചോദ്യം ഈ നാട്ടിൽ പ്രസക്തമാകണ്ടേ? ഒരു സംഭവമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അബദ്ധത്തിൽ സംഭവിച്ചു പോയത്. ആവർത്തിച്ച് അത്തരം സംഭവങ്ങൾ വരുമ്പോൾ എന്താണ് ഈ സമൂഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ആ കോക്കസ് ഗ്രൂപ്പ്
ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സമൂഹത്തിന് തന്നെ ശക്തമായ സംശയം ഇതിലൂടെ ഉണ്ടാവുകയാണ്. ഇങ്ങനെ ജിതിൻ വർഗീസ് എന്നൊരു വ്യക്തി ഹിന്ദു ആയിട്ടുള്ളൊരു പെൺകുട്ടിയുടെ പേരിൽ വ്യാജ ID ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുക, നിരവധി പേർ ഇപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തപ്പോൾ അടൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ റിമാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ കോൺഗ്രസ് ബന്ധവും അയാൾ ഏതൊക്കെ നേതാക്കന്മാരുമായിട്ടും പ്രത്യേകിച്ച് നിയമസഭയ്ക്കകത്ത് വരെ വന്നിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവരുമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെറിയ ബന്ധമല്ല. കാര്യം രാഹുൽ മാങ്കൂട്ടം MLA ആയിരുന്നു. ആ സ്വാധീനത്തിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന വ്യക്തിക്ക് നിയമസഭ വരെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആരുടെ സ്വാധീന വലയത്തിലായിരിക്കും? അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒക്കെ ഇത്രയും വലിയ കേസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷവും അദ്ദേഹത്തെ ചുറ്റുവട്ടത്ത് നിർത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടു നടക്കുന്നവരെല്ലാം എത്തരക്കാരാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ജിതിൻ വർഗീസിൻ്റെ അറസ്റ്റ് എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്.